ഇപ്പോൾ കോഴിക്കോട് രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച നൌഷാദിന്റെ വീട് സന്ദർശിക്കവേ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണം. ഗവൺമെൻറ് ജോലി അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് നൽകും. അതുപോലെ ഭാര്യയ്ക്കും മാതാവിനും സാമ്പത്തിക സഹായവും ഗവൺമെൻറ് നൽകുന്നതാണ്. ഇവിടെ നൌഷാദിൻ്റെ ഈ മരണം ഈ നാടിനെ മാത്രമല്ല ഈ സംസ്ഥാനത്തൊട്ടാകെയുള്ള ജനങ്ങളെ ഏറ്റവും അധികം ദുഃഖിപ്പിച്ച, മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ജീവൻ വെച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നൌഷാദിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കേണ്ടത് അതൊരു ഔദാര്യമല്ല, നമ്മുടെ കടമയാണ്. ആ കടമ എന്നുള്ള നിലയിൽ തന്നെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. മരിച്ച മറ്റ് 2 പേരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള മുഴുവൻ ചെലവും ഗവൺമെൻറ് വഹിക്കും. അവരുടെ ബന്ധുക്കൾ പുറപ്പെട്ടിട്ടുണ്ട്, ഇവിടെ എത്തിച്ചേരുമെന്നാണ് കളക്ടർ എന്നെ അറിയിച്ചത്. അവർ എത്തിക്കഴിഞ്ഞതിന് ശേഷം ആ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ തന്നെ ആക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നു. അപ്പം സഹപ്രവർത്തകർ പറഞ്ഞപ്പം ഇനി കോഴിക്കോട് വരുമ്പോൾ പോകാമെന്നാണ് പറഞ്ഞിരുന്നത്. ഇന്നത്തെ പരിപാടി നേരത്തെ ഉദ്ദേശിച്ചിരുന്നതല്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ ഇവിടുന്ന് ഞാൻ അതുവഴി പോകും. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം സുബിനേഷ് ഭീകരവാദികളുടെ അവരെ നേരിടുന്ന സമയത്ത് കിൽഡ് ഇൻ ആക്ഷനാണ്, ആ പ്രവർത്തന സമയത്ത് മരിച്ചതാണ്. അപ്പോൾ അവർക്ക് പൂർണ്ണമായ സംരക്ഷണം കൊടുക്കാൻ നിയമപരമായിട്ട് തന്നെ ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ അതിന് കാലതാമസം എടുക്കാതെ ഇത്രയും വേഗം ചെയ്യാൻ സാധിക്കും. ഇന്ന് അവിടെ പോയി സംസാരിച്ച് അവരുടെ കുടുംബാംഗങ്ങളുടെ അഭിപ്രായം കൂടി അറിഞ്ഞതിന് ശേഷം, പ്രത്യേകിച്ച് അഭിനേഷ് വിവാഹിതനല്ല, അപ്പം പിന്നെ എന്താണ് എന്നുള്ളത് പിതാവിൻ്റെയും മാതാവിൻ്റെയും അഭിപ്രായം കൂടി അറിയേണ്ടതായിട്ടുണ്ട്. അറിഞ്ഞ് ആ കാര്യത്തിലും ഗവൺമെൻറ് വേണ്ട നടപടികളെടുക്കും.